എല്ലാവർക്കും നമസ്കാരം. സാധാരണ ഞാൻ ഉപദേശം കൊടുക്കാറുള്ള ആളല്ല. അതിനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. പക്ഷേ ഇത്തവണ എനിക്ക് മനസ്സ് മാറ്റേണ്ടി വന്നു. ഒരു പ്രത്യേക വർഗത്തിന് വേണ്ടി എന്റെ മനസ്സ് അലിയുകയാണ്. ഞാൻ ഉപദേശം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആർക്കാണെന്നല്ലേ? അന്തം കമ്മികൾക്ക്. ശ്രദ്ധിക്കണം, സാധാരണ കമ്മ്യൂണിസ്റ്റുകാരെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. തലച്ചോറിന് പകരം ഉള്ളിൽ കട്ട വെളിവില്ലായ്മ നിറഞ്ഞു നിൽക്കുന്ന അന്തം കമ്മികളെയാണ്. നമുക്കറിയാം, നമ്മളുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ടിയുടെ കമ്പനിയുടെ ബാഡ് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് ED അവരുടെ വീട് റെയ്ഡ് ചെയ്തു. ആ സമയത്ത് അവിടെ നടന്നത് എന്താ? ED ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താൻ നോക്കുന്ന രീതിയിൽ കട്ടയും മുട്ടയും എറിഞ്ഞ് താണ്ഡവമാടിയ കുറെ തലയ്ക്ക് വെളിവില്ലാത്ത അന്തം കമ്മികൾ. എന്നിട്ടിപ്പോ എന്തായി? പോലീസ് വന്ന എല്ലാത്തിനെയും കൂട്ടത്തോടെ തൂത്തുവാരി കൊണ്ടുപോയിട്ടുണ്ട്. ചിലരെയൊക്കെ അകത്തിട്ടു. ബാക്കിയുള്ളവന്മാരുടെ കാര്യം കട്ടപ്പുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട അന്തങ്ങളെ, ഇതാ വരുന്നു അടുത്ത വെള്ളിടിയും കൊണ്ട് വെള്ളിയാഴ്ച. വീണ ടിയെ ചോദ്യം ചെയ്യാൻ കൊച്ചിയിലെ ED ഓഫീസിലേക്ക് വിളിച്ചിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് ഒറ്റ ഉപദേശം മാത്രമേ ഉള്ളൂ. ഇടപ്പള്ളിയിലോ എറണാകുളത്തോ ഉള്ള ഒരു കട്ട ഫാക്ടറിയിലും പോയി കട്ട സ്റ്റോക്ക് ചെയ്യരുത്. മുട്ട ഫാമിൽ പോയി മുട്ടയും വാങ്ങരുത്. അന്തകമ്മികൾ വിചാരിക്കുന്ന പോലെ ഈ കേസിൽ നിന്ന് പുറത്തു കിടക്കാൻ വീണയ്ക്ക് അത്ര എളുപ്പമായിരിക്കുമോ? നമുക്കൊന്ന് നോക്കാം. എക്സാലോജിക്കും CMRലും തമ്മിൽ നടത്തിയ സുതാര്യമായ ഇടപാടാണ് എന്ന് പറഞ്ഞ് നാട് നീളം നടന്ന് മാനം കെട്ട പ്രസ്ഥാനമാണ് CPM. ശരിക്കും വീണ പാർട്ടിയുടെ നേതാവോ ഭാരവാഹിയോ ഗവൺമെന്റിന്റെ ആളോ ആണോ? അല്ല, മുഖ്യമന്ത്രിയുടെ മകൾ എന്ന ബന്ധം മാത്രമാണ് ഉള്ളത്. എന്നിട്ടും പാർട്ടി വക്താക്കൾ ചാനലുകൾ വന്നിരുന്ന് ഇവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നോക്കി സെൽഫ് ഗോൾ അടിച്ച അവസ്ഥയിലാണ്. ഇപ്പൊ എന്താ? ഈ ചാനൽ ചർച്ചകളിൽ ഇവരെ ന്യായീകരിക്കാൻ വക്താക്കളെ വിടാൻ പോലും പാർട്ടിക്ക് പറ്റുന്നില്ല. പണ്ട് 1000 നാവുള്ള അനന്തൻ ചമഞ്ഞ് വീണയുടെ IT ക്രെഡിബിലിറ്റിയെ വാഴ്ത്തുപാട്ട് പാടിയ K അനിൽകുമാർ, KS അരുൺകുമാർ തുടങ്ങിയ സിംഗങ്ങളെ ഇപ്പൊ ഈ വഴിക്ക് കാണാനേ ഇല്ല. ജയിലിന് പുറത്തു നിൽക്കുന്ന അന്തകമ്മികളോട് എനിക്ക് വലിയൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങളുടെ നേതാക്കന്മാരുടെ മക്കളൊക്കെ എവിടെയാ പഠിക്കുന്നത്? വിദേശത്താണ്. അവർക്ക് ഇങ്ങനെയുള്ള കലുഷിതമായ ക്യാമ്പസ് പ്രവർത്തനമോ യൂത്ത് ആക്ടിവിസമോ ഒന്നുമില്ല. നല്ല രീതിയിൽ പഠിച്ച് നല്ല ജോലിയും കൂലിയും വാങ്ങാൻ അവൾക്ക് നല്ല മൂളയും ഉണ്ട്. പക്ഷെ നിങ്ങളോ കൊടി പിടിച്ച് ചുവരെഴുതി മറ്റുള്ളവർക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും പോയി ഒടുവിൽ ജീവിതം കോഞ്ഞാട്ടയായി ജയിലിൽ കിടക്കുന്നു. ഈ ഒരു തിരിച്ചറിവ് എപ്പോഴെങ്കിലും ഉണ്ടായാൽ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ വീട്ടുകാർക്കും നല്ലതാണ്. സത്യത്തിൽ എന്താണ് ഇവിടെ നടന്നത്? SFIO, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന കേന്ദ്ര ഏജൻസി ഇവരുടെ ട്രാൻസാക്ഷൻ എല്ലാം പരിശോധിച്ച് ചോദ്യം ചെയ്താണ്. അന്തിമ റിപ്പോർട്ടിൽ പറയുന്നത് കേട്ടാൽ IT അറിയാവുന്നവർ ബോധം കെട്ട് വീഴും. ആദ്യത്തെ പോയിന്റ്, CMRലിന് വീണ എന്തെങ്കിലും സേവനം നൽകിയതിന് ഒരു ഡിജിറ്റൽ എവിഡൻസും ഇല്ല. ഒരു IT കമ്പനി IT സേവനം നൽകിയിട്ട് ഒരു ഡിജിറ്റൽ തെളിവും ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെന്താ അതിന്റെ അർത്ഥം? രണ്ടാമത്തെ പോയിന്റ്, IT കൺസൾട്ടൻസി, മാർക്കറ്റിംഗ് എന്നിവയിൽ ഇവർക്ക് CMRL അല്ലാതെ വേറെ എന്തെങ്കിലും ക്ലയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വീണ തന്നെ പറഞ്ഞത് നൺ അപ്പാർട്ട് ഫ്രം CMRL എന്നാണ്. മൂന്നാമത്തെ പോയിന്റ്, കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന വലിയ വലിയ മീറ്റിംഗുകൾ എല്ലാം നടത്തിയത് നേരിട്ടാണത്രേ. ഇമെയിലിൽ നോക്കിയപ്പോൾ പണം എപ്പ തരും എപ്പ കിട്ടും എന്ന് മാത്രമേ ഉള്ളൂ. IT സേവനത്തെക്കുറിച്ച് ഒരു മെയിലുമില്ല. ഇതിനിടയിലാണ് നമ്മുടെ അരുൺകുമാറൊക്കെ വന്നിരുന്ന് ടാലി, മൈക്രോസോഫ്റ്റ് ഓഫീസ്, പവർ ബിൽഡർ, ഔട്ട്ലുക്ക് ഇതിന്റെയൊക്കെ മെയിന്റനൻസ് കോൺട്രാക്ട് ആണ് വീണയ്ക്കുള്ളത് എന്ന് പറഞ്ഞത് സ്വയം അപഹാസ്യരായത്. ഇനി ഇവർ നൽകിയ ആ മഹത്തായ സേവനം എന്താണെന്ന് അറിയാമോ? CMRന് വേണ്ടി ഒരു ERP സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ അവർ ഉപദേശം നൽകി. 2 വർഷം നീണ്ടു നിന്ന സുദീർഘമായ ചർച്ചകൾ നടത്തി. പക്ഷെ ഈ സോഫ്റ്റ്വെയറിന്റെ ഡിസൈൻ എന്താണെന്നോ മോഡ്യൂളുകൾ എന്താണെന്നോ ഒരു തെളിവുമില്ല. ITയുടെ ബേസിക് നോളജ് ഉള്ളവർക്ക് പോലും അറിയാം ഇതൊരു തട്ടിപ്പാണെന്ന്. ഒടുവിൽ 2 വർഷം കഴിഞ്ഞ് ഇത് ഞങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതല്ല എന്ന് പറഞ്ഞ് വേറെ കമ്പനിയെ ഏൽപ്പിച്ചു. ആ കമ്പനി ചെയ്ത പണിക്ക് കൃത്യം തെളിവുമുണ്ട്. അവർ വാങ്ങിയ കാശാവട്ടെ വീണ വാങ്ങിയതുമായി നോക്കുമ്പോൾ തുലവും തുച്ഛമാണ്. ചുരുക്കം പറഞ്ഞാൽ അന്തം കമ്മികൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ കരഞ്ഞുകൊണ്ട് വിശ്വസിക്കേണ്ട ഒരു കാര്യമുണ്ട്. വീണ CMRലിന് നൽകിയ സേവനങ്ങൾക്ക് ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരാളെ നിയമപരമായി ചോദ്യം ചെയ്യാൻ വരുന്ന അന്വേഷണ ഏജൻസികളുടെ മുന്നിൽ നിങ്ങൾ നെഞ്ചും വിരിച്ചു നിന്നാൽ റോഡിൽ പാണ്ടിലോറി വരുമ്പോൾ നെഞ്ചും വിരിച്ചു നിൽക്കുന്ന തവളയുടെ അവസ്ഥയെ നിങ്ങൾക്കുണ്ടാവുള്ളൂ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ വലിയ ഹീറോസ് ആണെന്ന്. പക്ഷെ നാട്ടുകാർ വിജയിക്കുന്നത് നിങ്ങൾ വെറും കോമാളികളാണെന്നാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുകയാണ്, ED ഓഫീസിന്റെ 7 അകലത്ത് പോകാതിരിക്കുക. അവരവരുടെ പണി ചെയ്യട്ടെ. വെറുതെ പോയി തല്ലുകൊള്ളാനും ജയിലിൽ കിടക്കാനും നിൽക്കാതെ സ്വന്തം കുടുംബത്തെ ഓർക്കുക. EDയുടെ അന്വേഷണത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അന്തം കമ്മികൾക്ക് വെളിവുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലാൽ സലാം, ജയ് ഹിന്ദ്.